ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അയാൾ പറഞ്ഞു ഉള്ളിൽ ആരും ഇല്ലായിരുന്നു. ഉറപ്പാണോ? ഉറപ്പാണോ? അതെ ഉറപ്പാണ്. ഇങ്ങനെ ഒരു ഡയലോഗ് എങ്ങനെ പറയണം? നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ചുള്ളത്? ആദ്യമായി നമ്മൾ ചോദിക്കുകയാണ് ഉള്ളിൽ ആളുണ്ടോ എന്ന് ചോദിക്കുക. അന്തർ കൊയ് ഹേ? കോഴിയാണ് കേട്ടോ, കോഴിയല്ല. അന്തർ കൊയ് ഹേ? കൊയ് നെഹി ഹേ. അന്തർ കോയി നെഹിയെ, ഉള്ളിൽ ആരും ഇല്ല. ഓക്കെ, അപ്പോൾ ഉറപ്പാണോ? അല്ലെങ്കിൽ തീരെ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. രണ്ട് രീതി ചോദിക്കാം. ഒന്ന് ബിൽക്കുൽ എന്ന് ചോദിക്കും. ബിൽക്കുൽ, തീരെ, ബിൽക്കുൽ, 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 അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഒന്നാണ് കൂടുതൽ നിങ്ങൾക്ക് പറയാൻ നല്ലത്. പക്ക, പക്ക. പക്ക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അർത്ഥത്തിനാണ് പറയുന്നത്. പക്ക. അപ്പോൾ ഇപ്പം ചോദിക്കുന്നത് പക്ക, പക്ക, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെന്ത് പറയും? ഇതൊരു ഉറപ്പുള്ള വർത്താനമാണ്. പക്കി ബാത്ത് എന്ന് ചോദിക്കുമ്പോൾ പക്കാ ബാത്ത് എന്ന് പറയില്ല. ഓക്കെ ആണോ? പക്കി ബാത്ത്, പക്കി ബാത്ത്, 100, അതായത് 100% പക്കി ബാത്ത് എന്ന് പറയും. ഓക്കെ, അപ്പൊ പക്കി ബാത്ത് ഹേ എന്ന് പറഞ്ഞത് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിനാണ് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അന്തർ കോയി ഹേ, അന്തർ കോയി നെഹി. ഇനി ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ അന്തർ കുച്ച് ഹേ, പൈസ ഹേ കുച്ച്, കുച്ച് എന്ന് പറയും. കുച്ച് നെയ്യേ. ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കുച്ച് എന്നാണ് പറയാ, കുച്ച് നെയ്യേ. മറ്റേതാണെങ്കിൽ കോയി നെയ്യൻ. പക്ക, പക്ക. അപ്പൊ പക്ക എന്ന് പറയുന്നത് ഉറപ്പായും എന്ന അർത്ഥത്തിനാണ്. ബിൽക്കുൽ. ഈ ബിൽക്കുലിന്റെ ഒരു പ്രയോഗം കൂടി നമുക്കിത് പറഞ്ഞു പോകാം. മുझे ബിൽക്കുൽ യാദ് നഹീ ഹേ. അവിടെ പക്ക പറയില്ല. മുझे ബിൽക്കുൽ യാദ് നഹീ, എനിക്കൊരു ഓർമ്മയില്ല, തീരെ ഓർമ്മയില്ല. അപ്പൊ ബിൽക്കുലിന് ഇവിടെ തീരെ എന്ന അർത്ഥത്തിനാണ്. പത്താ നഹീ മുझे ബിൽക്കുൽ നഹീ പത്താ, എനിക്ക് തീരെ അറിയില്ല. അപ്പോൾ ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, തീരെ എന്നൊരർത്ഥത്തിനാണ് ബിൽക്കുൽ. ബിൽക്കുൽ യാദ് നഹീ, ബിൽക്കുൽ യാദ് നഹീ, യാതൊരു ഓർമ്മയില്ല. അപ്പം ഇങ്ങനെ പറയാനൊരു ബിൽക്കുലിൻ്റെ ഒരു ഉപയോഗവും നിങ്ങൾ പഠിച്ചു. പക്കയുടെ ഉപയോഗം പഠിച്ചു. പക്കയാണ് ഏ ബാത് പക്കാ ഹൈ. നമ്മുടെ കാര്യം ഇത് ഓ ആദ്മി പക്കാ ഹൈ എന്നറിയും. ആളൊരു കറക്റ്റിൻ്റെ ആളാന്ന് പറഞ്ഞാൽ ഏ ആദ്മി പക്കാ ഹൈ എന്നറിയും. മനസ്സിലായോ? ഏ ചീസ് പക്കാ ഹൈ, ഇത് ഉറപ്പാണ്. ഏ പക്കാ ഹൈ, ഇനി ഇത് സംശയിക്കാനില്ല എന്ന അർത്ഥത്തിനാണ് പക്ക എന്ന് പറഞ്ഞത്. അപ്പം പക്കയും കച്ചയും, കച്ച നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ധന്യവാദ്, ബഹുത് ശുക്രിയ.